ഫലവൃക്ഷങ്ങളുടെ വൈവിധ്യം നാടിന് പരിചയപ്പെടുത്തുകയും ആത്മസംതൃപ്തിക്കും സന്തോഷത്തിനും കൃഷി തന്റെ പാഷനായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന മാവൂരിലെ ഷംസുദ്ദീൻ ഹാജി അപൂർവ ഇനം ഫലവൃക്ഷം തന്റെ തോട്ടത്തിൽ വിളയിച്ച് വീണ്ടും ശ്രദ്ധ നേടിയിരിക്കുകയാണ്. രാജ്യത്ത് അപൂർവമായ സ്നേക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന സലാക്ക പഴം തന്റെ തോട്ടത്തിൽ വിളയിച്ചാണ് വീണ്ടും ഫലവൃക്ഷ വൈവിധ്യം നാടിനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. മുക്കം മാമ്പറ്റയിലെ തന്റെ തോട്ടത്തിലാണ് ഈ പഴം അദ്ദേഹം വിളയിച്ചെടുത്തത്. ഇന്തോനേഷ്യയിൽ നിന്നും എത്തിയ ഫലസസ്യമാണ് സലാക്ക എന്നറിയപ്പെടുന്ന സ്നേക്ക് ഫ്രൂട്ട്. കായ്കളുടെ പുറംതൊലിക്ക് പാമ്പിന്റെ തൊലിയുമായി സാമ്യമുള്ളതിനാലാണ് ഇത്തരത്തിലൊരു പേര്. പുറംതൊലി പൊളിച്ചാൽ കാണുന്ന മാംസളമായ ഭാഗം വരിക്കച്ചക്കയുടെ പോലെയുള്ള മധുരവും ഹൃദ്യമായ സുഗന്ധവുമുള്ളതാണ്. പനവർഗത്തിൽപ്പെട്ട ഇതിന്റെ ചെടി 2 ആൾ ഉയരത്തിൽ വളരാറുണ്ട്. സാധാരണയായി കായ്ക്കാൻ 4 വർഷം കഴിയും. പുതിയ ഫ്രൂട്ടാണ്, കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിന് സലാക്ക് എന്നും പറയും, സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയും. സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലി പാമ്പിൻ്റെ തൊലിയുടെ മാതിരിയാണ് ഇതിൻ്റെ തൊലി. അതുകൊണ്ട് ഇതിന് സ്നേക്ക് ഫ്രൂട്ട് എന്നാണ് പറയുക. ഇവിടെ കേരളത്തിൽ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇത് പിന്നെ ആൺചെടിയും പെൺചെടിയും വേണം. ഏകദേശം ഇതിൻ്റെ വലിപ്പം ഏകദേശം ഒരു ചെറിയ മാങ്ങയുടെ അത്ര വലിപ്പം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല എന്താണെന്ന് വെച്ചാൽ പറയുക, ഒന്ന് പൊളിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് ഇതാ കണ്ടില്ലേ, പാമ്പിൻ്റെ തൊലി മതി അതിൻ്റെ തൊലി. അതുകൊണ്ടാണ് ഇതിന് സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയാൻ കാരണം. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ എങ്ങനെ പറയാ, ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇത് നാല് ഇതിൽ ഓരോന്നിലും ഓരോ വിത്ത് കാണുന്നുണ്ട്. ഇതാണ് വിത്ത്, ഇതിന്റെ വിത്ത്. ചക്കയുടെ ടേസ്റ്റാ. പഴുക്കുന്നതിന് മുമ്പുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, പച്ച ചക്കയിൽ നിന്ന് വിട്ടിട്ട് പഴുക്കുന്നതിന് മുമ്പുള്ള ഒരു ചക്കൻ്റെ ടേസ്റ്റ് അതിന് അനുഭവിക്കും. പിന്നെ വേറെ ഏതൊക്കെ പഴങ്ങളുടെ ടേസ്റ്റ് കയറി വരുന്നുണ്ട്. അപ്പം ഇതെല്ലാവരും വെക്കാൻ. ഇതിനൊരു പ്രശ്നങ്ങളുള്ളതെന്ന് വെച്ചാൽ 1.5 ഇഞ്ച് നീളത്തിലുള്ള മുള്ളുണ്ട്. അതുകൊണ്ട് കുട്ടികളുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക നല്ലത്. ഇത് വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പന്നികളോ മറ്റു മൃഗങ്ങളോ ഈ പറമ്പിലേക്ക് കിടക്കില്ല. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് കമ്പി വേലിക്ക് പകരം ഉപയോഗിക്കുകയും ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ നമുക്ക് ഞാൻ ഏകദേശം അതിരുന്നൊരു ഏകദേശം 50ഓളം തൈകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലൊരു 10ഓളം തൈകൾ കായുണ്ടാകാൻ തുടങ്ങി. പിന്നെ മാർക്കറ്റിൽ നല്ല വിലയാണ്. ലുലു മാളിലൊക്കെ ഒരു കിലോ 1200 രൂപ വിലയുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും നല്ലൊരു ഫ്രൂട്ടാണ്. ഇതിനെന്തൊക്കെ വിറ്റാമിൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും 1, 2, 3 തൈകൾ വാങ്ങി വെക്കുക. ഒരു തൈ പോരാ, ഇത് പരാഗണം നടത്തണം. ഇവിടെ ഉള്ളത് പരാഗണം നടത്തേണ്ട ടൈപ്പാണ്. പരാഗണം നടത്താത്ത ടൈപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇവിടെ ഉള്ളത് പരാഗണം ചെയ്തതിന് ശേഷം ഉണ്ടായതാണ്. ഇവിടെ ഇപ്രാവശ്യം ഒരു 6 മരത്തിൻ്റെ മുകളിൽ കായുണ്ടായിട്ടുണ്ട്. വനാതിർത്തിയിൽ കാട്ടുപന്നികളുടെയും മൃഗങ്ങളുടെയും മറ്റും ശല്യങ്ങൾ ഫലപ്രദമായി തടയാൻ ഈ ഇന്തോനേഷ്യൻ മുൾച്ചെടിയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. വർഗത്തിലും പെട്ട ചെടികൾ പൂക്കുമെങ്കിലും പെൺ സലാക്കയിലാണ് പഴങ്ങൾ ഉണ്ടാവുക. ഷംസുദ്ദീൻ ഹാജിയുടെ തോട്ടത്തിൽ നിരവധി ചെടികൾ ഇതിനകം തന്നെ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അപൂർവ ഇനമായ അബിയു വിളയിച്ച് ഷംസുദ്ദീൻ ഹാജി ശ്രദ്ധ നേടിയിരുന്നു. 8 കിലോയോളം തൂക്കമുള്ള കൈതച്ചക്ക മാവൂർ പനങ്ങോട് തന്റെ തോട്ടത്തിലും അദ്ദേഹം വിളയിച്ചിരുന്നു. പനങ്ങോടിനും മാമ്പുറ്റക്കും പുറമെ
മാവൂർ കൾച്ചറ ഭാഗത്തെ തോട്ടത്തിലും വീട്ടുവളപ്പിലും വൈവിധ്യമാർന്ന ഇനങ്ങൾ ഇദ്ദേഹം കൃഷി ചെയ്തു വരുന്നുണ്ട്. എൻ്റെ ഈ പറമ്പിൽ ഇത് നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ മൊക്കം മാമ്പറ്റ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്താണ്, KMCTൻ്റെ അടുത്താണ്. ഇതിൽ ഏകദേശം 15ഓളം വെറൈറ്റി പ്ലാവുകൾ, പിന്നെ ഒരു 10ഓളം വെറൈറ്റി അബിയു, മാംഗോസ്റ്റിൻ, റുളീനിയ, ഏകദേശം ഒരു 10-40 ഐറ്റം ഫ്രൂട്ട്സ് ഈ പറമ്പ് തന്നെ ഉണ്ട്. കൃഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആത്മസംതൃപ്തിയാണ്. ഇതിലാണ് ഏറ്റവും അധികം സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് കൃഷി. എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക. പിന്നെ ഇതിലെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഇംഗ്ലീഷ് വളമൊന്നും ചേർക്കാത്ത എവിടെ കൊത്തിയാലും ഒരു ഇര കാണും. അങ്ങനത്തെ ഒരു പറമ്പാണ് എൻ്റെ പറമ്പ്. ഇംഗ്ലീഷ് വളം എന്ന് പറഞ്ഞ സാധനം എനിക്ക് നിയമവിരുദ്ധമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഈ പറമ്പിലെ എല്ലാ പഴവർഗ്ഗങ്ങളും ധൈര്യമായിട്ട് കഴിക്കുക. ഓരോ മാസത്തിലും കൊല്ലത്തിൽ 12 മാസവും എനിക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവും. ഈ ഫ്രൂട്ട്സ് അങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അബിയു ഉണ്ടാവും. അബിയു കഴിഞ്ഞാൽ അടുത്തത് പിന്നെ മിൽക്ക് ഫ്രൂട്ടാണ്. മിൽക്ക് ഫ്രൂട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സാന്തോളാണ്. ഇതാണ് സാന്തോള്, സ്വീറ്റ് സാന്തോൾ എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ ആ പറയുന്ന അത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും വെട്ടിക്കളയാൻ മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ അകത്തൊരു കുറച്ച് കാമ്പുണ്ടാവും. അത് നല്ല മധുരമാണ്. നല്ല മധുരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പുളി കുറഞ്ഞ മധുരം. ഇതാണ് സാന്തോള്. ഏകദേശം 1/2 കിലോ ഉണ്ട് തൂക്കും. മാവുകൾ, പ്ലാവുകൾ, പേര തുടങ്ങി നിരവധി പഴവർഗ്ഗങ്ങൾ ഇതിനകം ഇദ്ദേഹം തോട്ടത്തിൽ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. വ്യാപാരിയായിരുന്ന ഇദ്ദേഹം കൃഷി ഒരു പാഷനായി കൊണ്ടു നടക്കുകയാണ്. വിളയിക്കുന്ന പഴങ്ങൾ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കും പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിന്റെ പതിവ്. തന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് പ്രേരണയായി കൃഷിയിലേക്ക് വ്യാപൃതരാകുന്നത് കാണാനാണ് അദ്ദേഹത്തിന് താല്പര്യം. കൂടുതൽ അത്യപൂർവങ്ങളായ പഴങ്ങൾ തന്റെ തോട്ടത്തിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇദ്ദേഹം. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.